അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: من عان على ملحوف إلى آخر الحديث. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനവും സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ ഖാലിദ് സാഹിബ് അവരുകളെ, ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി അവരുകളെ, ഇവിടെ വിവിധ പാർട്ടിയുടെയും സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മേഖലകളിലൊക്കെ നിറഞ്ഞു പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ സഹോദരി സഹോദരന്മാരെ, മറ്റ് ഇതര മതവിഭാഗങ്ങൾക്കൊക്കെ റംസാൻ്റെ അഭിനന്ദനങ്ങൾ. കൂരാറ മഹല്ലിൽ SKSSFിൻ്റെ കീഴ്ഘടകമായ സഹചാരിയുടെ ആദ്യമായി ആരംഭിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സദസ്സാണിത്. ഈ മഹല്ലിൽ ധാരാളം മജ്ലിസുകൾ, സദസ്സുകൾ, വേദികൾ നടന്നിട്ടുണ്ടാകാം. അതിൽ വെച്ചുകൊണ്ട് ഏറ്റവും പുണ്യമായ, ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ പ്രശംസിച്ച, അഭിനന്ദിച്ച ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ആവശ്യമായൊരു പ്രവർത്തനമാണെന്ന് എല്ലാ നേതാക്കന്മാരും പ്രഭാഷകരും ഇവിടെ ഉണർത്തിക്കഴിഞ്ഞു. അവരുടെ പ്രസംഗത്തിലൂടെയും നിലപാടിലൂടെയും കാഴ്ചപ്പാടിലൂടെയും ഇത് വളരെ കാലിക പ്രസക്തിയുള്ള, പ്രാധാന്യമുള്ള, മനുഷ്യൻ ആഗ്രഹിക്കുന്ന, മഹല്ലുകൾ ഇഷ്ടപ്പെടുന്ന, സമൂഹത്തിനൊരു താങ്ങും തണലുമായ ഒരു പ്രവർത്തനമാണിന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ, അതിൻ്റെ പ്രവർത്തകർക്ക് അള്ളാഹു ദീർഘമായ ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അവരുടെയൊക്കെ പ്രസംഗം പ്രിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും നാട്ടുകാരും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നെ വല്ലാതെ അഭിനന്ദിക്കുകയും വല്ലാതെ സന്തോഷിപ്പിക്കുകയും ചെയ്ത പ്രസംഗമാണ് വിവിധ നേതാക്കന്മാരിവിടെ സംസാരിച്ചത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ? എന്നാൽ ഇത്തരം ഒരു മഹത്തായ വേദികൾ, ഇങ്ങനെയുള്ള സഹചാരിയുടെ പ്രവർത്തനം മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനയുടെ SKSSFിൻ്റെ നാടിൻ്റെ നാടിമിടിപ്പ് മനസ്സിലാക്കി, ജനങ്ങളുടെയും കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിമീങ്ങളുടെ ആധികാരിക മതസംഘടനയായ സമസ്ത, ആ സമസ്തയുടെ കീഴ്ഘടകത്തിൻ്റെ ഒരു ചെറിയ കീഴ്ഘടകത്തിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇങ്ങനെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിഷയത്തിലും, മതഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിലും, മറ്റുള്ള ഒരുപാട് വിഷയത്തിലും മനുഷ്യരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യക്തമായ രൂപത്തിൽ
കാര്യക്ഷമമായോടെ ദീർഘദൃഷ്ടിയോടെ പ്രവർത്തിക്കുന്ന സമസ്തയുടെ ഓരോ പ്രവർത്തനവും നാം വിലയിരുത്തി നോക്കിയാൽ അതിൻ്റെ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഏതൊരു മനുഷ്യരും അത് മതഭേദമന്യേ ഒരു വ്യത്യാസമില്ലാതെ ഉപകാരപ്രദമാണ്, ഈ ലോകത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള സഹചാരിയുടെ പ്രവർത്തനം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും തമിഴ്നാട്ടിലും കർണാടക സ്റ്റേറ്റിലും UP-യിലും പല സ്ഥലത്തും അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തും സ്പർദ്ധയും കുഴപ്പവും അനൈക്യവുമില്ലാതെ മതസൗഹാർദ്ദം നിലനിർത്തി സ്നേഹത്തോടെ തോളോട് തോലൊരുമിച്ച് ഭംഗിയായി ജീവിക്കുവാനുള്ള സംവിധാനങ്ങളും സെറ്റപ്പുകളും ഉപദേശങ്ങളും ഈ ലോകത്ത് സമർപ്പിച്ച മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ നേതാവാണ് കോഴിക്കോട് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സമുച്ചയം. ആ മഹാൻ്റെ പ്രാർത്ഥനയാണ് ഈ ലോകത്തുള്ള ആളുകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള ഉപദേശ നിർദ്ദേശം കൊടുത്ത സംഘടന. ആ സംഘടന 100ഓളം വർഷമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ഒരു പൊട്ടിച്ചേറ്റലുമില്ലാതെ വളരെ ഭംഗിയായ നിലക്ക് നിർവഹിക്കപ്പെടുന്ന സംഭവം. ആ വരക്കൽ മുല്ലക്കായത്തങ്ങൾ മഹലുടെ ആ മക്കാമിൻ്റെ ഓരത്ത് തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ വർഷങ്ങളോളം, ഒരുപാട് വർഷങ്ങൾ സമസ്തയുടെ അജയ്യ സെക്രട്ടറിയായി വർക്ക് ചെയ്ത ഷൈഖുന വലിയുല്ലാഹി ശംസുലുലമ നവ്വറല്ലാഹു മർഖദ, ആ മഹാനവറുകളുടെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും എഴുത്തുമൊക്കെ ഈ ലോകത്തുള്ള നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, എല്ലാ മതവിഭാഗവും, ഏത് വീക്ഷണ കോണിലുള്ള ആളുകളും അംഗീകരിച്ച വല്ലാത്തൊരു മനുഷ്യനായിരുന്നു ആ മഹാൻ. അതുപോലെ തന്നെ ഒരു കറാഹത്ത് പോലും ലോകത്ത് കാണിക്കാത്ത ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ വാപ്പുസ്താദ്, അതുപോലെ തന്നെ കോയക്കുട്ടി ഉസ്താദ് പോലെയുള്ള ഈ സമസ്തയുടെ മഹാരഥന്മാരായ സൂഫി വര്യന്മാരായ നിഷ്കളങ്കമായ നിഷ്കപടമായ നല്ല മനസ്സിൻ്റെ ഉടമകളായ ഏറ്റവും നല്ല സംസ്കാരവും സ്വഭാവവും പെരുമാറ്റവും സംസാരവുമുള്ള ഈ മഹാരഥന്മാർ കെട്ടിപ്പടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ചെറിയ ഒരു ശാഖയുടെ പ്രവർത്തനമാണ് നമ്മുടെ ഈ കൂരാറയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശംസവും വളരെ ആവശ്യവുമായ കാര്യമാണെന്ന് നമ്മുടെ ഈ ആധുനിക യുഗത്തിലെ എല്ലാ വിഭാഗം ആളുകളും അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് സമസ്തയുടെ പ്രവർത്തനം. സമസ്തയുടെ പ്രവർത്തനം ഇതുപോലെയാണ്. ഒരു വ്യക്തിയെയോ, ഒരു കുടുംബത്തെയോ, ഒരു സമൂഹത്തെയോ, ഒരു പാർട്ടിയെയോ ഒന്നിനെയും വിഷമമില്ലാത്ത സുഗമമായ രൂപത്തിൽ കാര്യക്ഷമമായ ഒരു കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നിലപാടുകളും കാഴ്ചപ്പാടുകളും മാത്രമേ നമ്മുടെ സമസ്തയിലുള്ളൂ. വിദ്യാഭ്യാസത്തെ നെഞ്ചിലേറ്റിയ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ തനിമമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഘടനയാണ് സമസ്ത. ആ സമസ്ത മതഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയും ധാർമ്മികതയും സനാതന മൂല്യവുമുള്ള ഒരു വിദ്യാർത്ഥിയെ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സമസ്ത നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതിക മതപരമായ ഒരുപാട് കോളേജുകൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിനെ പ്രവർത്തിച്ചുകൊണ്ട് ഈ നാട്ടിനും കുടുംബത്തിനും ലോകത്തിനൊക്കെ നന്മയും കരുണയും സ്നേഹവും നീതിയും മതസൗഹാർദ്ദവും നിലനിർത്തുവാനുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നല്ലൊരു വിങ്ങിനെ, നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന ഈ സമസ്തയെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. വിദ്യാഭ്യാസ മേഖലയിൽ മതപരമായാലും ശരി, അതുപോലെ തന്നെ ഭൗതികപരമായാലും ശരി, വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SKSSF വിദ്യാഭ്യാസം നൽകാൻ കഴിയാത്ത, പുസ്തകം വാങ്ങാൻ കഴിയാത്ത, ഫീസ് അടക്കാൻ കഴിയാത്ത, കഷ്ടപ്പെടുന്ന, വസ്ത്രമെടുക്കാൻ കഴിയാത്ത, സാമ്പത്തികമായി അങ്ങേയറ്റം കഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ കഴിവ് മനസ്സിലാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നതമായ സ്ഥാനത്തേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം, സാധുക്കളായ പല രോഗികൾ, കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, ക്യാൻസർ രോഗം ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളാണിതൊക്കെ. സഹിക്കാൻ കഴിയാത്ത വേദനയും പ്രയാസവും കടിച്ചമർത്തി വേദന നിന്നുകൊണ്ട് ഓരോ ചെറ്റക്കുടിൽ കഴിയുന്ന ക്യാൻസർ രോഗികളും കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ട് മരണത്തിൻ്റെ ദിവസം കാത്തു നിൽക്കുന്ന
എത്രയോ സഹോദരിമാർ വിഷമിച്ച് വീർപ്പുമുട്ടി സങ്കടപ്പെട്ട് വിലപിക്കുന്ന ആ വീടുകളിലേക്ക് കയറിത്തന്ന് ശാന്തനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞ് അവരുടെ ചികിത്സകൾ ഏറ്റെടുത്ത് നിത്യമായി മരുന്ന് കൊടുക്കുന്ന ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഡയാലിസിന് കഴിവില്ലാതെ ദിവസം 2 പ്രാവശ്യമൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്. അവർക്ക് ഫ്രീ ആയി SKSFൻ്റെ വിങ്ങാകുന്ന സഹചാരി അവരെ ജീവിതം ഏറ്റെടുത്തുകൊണ്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അബൂബക്കർ ഹാജി പറഞ്ഞതുപോലെ ചില ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ, ഒരു 25 രൂപയില്ലാതെ, മക്കളാൽ ഒരു സ്നേഹവും ബഹുമാനവും സഹായവുമില്ലാതെ നീറിപ്പുകയെന്ന് മനസ്സുമായി കഴിയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. അവർക്ക് ഗുളിക വാങ്ങാൻ കാശില്ല. അത്തരം മാനസികമായി ശാരീരികമായി വിഷമിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ആവശ്യമാകുന്ന ചികിത്സകളും മരുന്നുകളും വേണ്ടി വന്നാൽ ഓപ്പറേഷത്തിനും അവരെ താമസിപ്പിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് വമ്പിച്ച ജീവകാരുടെ പ്രവർത്തനമാണ് നമ്മുടെ സഹചാരി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ നാടിമിടിപ്പ് മനസ്സിലായിക്കൊണ്ട്, ജനങ്ങളുടെ അവസ്ഥ മനസ്സിലായിക്കൊണ്ട്, രോഗികളുടെ താങ്ങും തണലുമായി അവരുടെ കണ്ണീരൊപ്പാൻ അവർക്കൊരു സന്തോഷം നൽകാൻ ഈ നമ്മുടെ സഹചാരി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിങ്ങൾക്ക് പരിചയമുണ്ടാകും, 11ഓളം വർഷമായി എല്ലാ റമദാൻ മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ഈ സാധുക്കളായ രോഗികൾക്കുള്ള കിഡ്നി നഷ്ടപ്പെട്ട, ക്യാൻസർ ബാധിച്ച, നടക്കാൻ കഴിയാതെ, താങ്ങാൻ ആളില്ലാതെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് വീട്ടിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞവരെ ഏറ്റെടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുവാനുള്ള പിരിവാണ് സഹചാരിയുടെ പിരിവ്. നമ്മുടെ ഈ കൂരാര മഹല്ലിലും ഇങ്ങനെ ആയിരക്കണക്കിന് നമ്മുടെ മഹല്ലുകളിൽ ഇതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി വളരെ കരുതലോടെ ജീവിതവും സമയവും ഒഴിഞ്ഞു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മഹാനാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അസീസ് ഹാജി ഒമാൻ വർക്ക് ചെയ്യുന്ന അദ്ദേഹം നമ്മുടെ നാടിമിടിപ്പ് മനസ്സിലാക്കി, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി, നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അത്തരം പ്രവർത്തനത്തിൻ്റെ പ്രധാനമായ പ്രചാരകനും നമ്മുടെ മഹല്ലിൽ മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് സഹചാരിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അവാർഡ് ചെയ്ത് കണ്ടില്ലേ. ഇങ്ങനെ വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്കും ഔലിയാക്കന്മാർ സ്നേഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ മുഖ്യ പ്രധാനമായ പങ്ക് വഹിച്ചുകൊണ്ട് ഒരു ജനകീയനായി മാറി നമ്മുടെ മഹല്ലിന് ഒരു താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന അസീസാജിക്ക് അള്ളാഹു ആരോഗ്യവും ബറക്കത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനത്തെ ഒരു മഹാനാണ്. നമ്മുടെ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സഹായവും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ മഹല്ലിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി, SKSFന് വേണ്ടി, സഹചാരിക്ക് വേണ്ടി എല്ലാ നിലക്കും സഹായിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തിന് കഴിവും കരുത്തും ശക്തിയും പവറും കൊടുക്കുമാറാവട്ടെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂരാരയിലുള്ള ബഹുമാനപ്പെട്ട ഉമർ ഹാജി, അൽഹംദുലില്ലാ, നമ്മുടെ സഹചാരിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയില്ലേ. ആ സഹചാരി ഫണ്ടിന് വേണ്ടി 50,000 രൂപ നല്ലൊരു സംഖ്യ അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തു. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സ്വതക്ക വലിയ പ്രധാനമാണ്. ഇങ്ങനെ ഇവിടെയുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ ഈ സഹചാരിയുടെ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് അത് ഉയർന്ന് ഒരു തിലകക്കുറിയായി മാറുവാനുള്ള എല്ലാ സെറ്റപ്പും സംവിധാനങ്ങളും സഹായങ്ങളും നിങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് വളർത്തിയാൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം മുതൽ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ വളരെ വിപുലമായ വിശാലമായ രൂപത്തിൽ എല്ലാവരെയും കണ്ടറിഞ്ഞ് വേണ്ടതുപോലെ ചെയ്യുവാൻ നമ്മുടെ സംഘടനക്ക്, നമ്മുടെ ഓഫീസിനത് സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉയർന്നു വരേണ്ട ഒരു സ്ഥാപനമാണ് സഹചാരിയുടെ ഓഫീസ്, അതിൻ്റെ ബിൽഡിംഗ്. അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നുമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ചിറ്റാരിപ്പറമ്പിൽ താമസിക്കുന്ന പാറാട്ട് ജമീല 2000 രൂപ, അല്ലേ, 2000 രൂപ അൽഹംദുലില്ലാ സഹചാരി സെൻട്രൽ ബിൽഡിങ്ങിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവേ, ആ അസീസാജിയുടെയും ഈ സഹോദരിയുടെയും സ്വതക്ക നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നോമ്പ് കാലമാണ്, അവസാനത്തെ 10 പ്രധാനമായ ദിവസമാണ്. ഈ ദിവസത്തിൽ സംഭാവന ചെയ്തവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സന്തോഷവും കൊടുക്കുക മാത്രമല്ല, അവരുടെ യാത്രയാവുന്ന ഖബറയിലും മാഴ്ശറയിലും എല്ലാം സന്തോഷമാക്കിക്കൊണ്ട് സുഖങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗം, ആ സ്വർഗത്തിൽ ശാശ്വതമായി കഴിയുവാൻ
അവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഇങ്ങനെ സഹോദരി സഹോദരന്മാരൊക്കെ അകമഴിഞ്ഞുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമുക്കറിയാം, നമ്മുടെ കൂരായിലുള്ള ഉമർ ഹാജി വല്ലാത്തൊരു മഹാനാണ്. ആ മനുഷ്യൻ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു വർഷത്തോളം കഷ്ടപ്പെട്ട് അതിൻ്റെ വേണ്ടുന്ന ഓടിപ്പാഞ്ഞ് നടന്ന് സാമ്പത്തിക ശേഷിയുണ്ടാക്കി ഹൈറായ നിലക്ക് ഇതാ തല ഉയർത്തിയുയർത്തുന്ന പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് പ്രധാനമായൊരു പ്രവർത്തനം, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രവർത്തനം പ്രധാനമായി പള്ളി നിർമ്മാണമാണ്. അള്ളാഹിൻ്റെ നബി പറഞ്ഞത് ഇതാ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മൻ ബനാ ബൈത്തൻ ലില്ലാ ബനല്ലാഹു ബൈത്തൻ ഫിൽ ജന്ന. വല്ലവരാളും ഈ ലോകത്ത് അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായൊരു ഭവനം നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭവനം നിർമ്മിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസിൻ്റെ മാന, അതിൻ്റെ അർത്ഥം കൂടുതലായി നാം മനസ്സിലാക്കേണ്ടതില്ല. ഈ ലോകത്ത് വെച്ച് ആത്മാർത്ഥമായി ഒരു പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം അത് സ്വർഗത്തിലുള്ള ഒരു പള്ളിയാണ്, ഒരു വീടാണെന്ന് മനസ്സിലാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും പ്രധാനമായ പുണ്യകർമ്മം മസ്ജിദ് നിർമ്മാണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് നമ്മുടെ കൂരാറയിൽ ആളുകൾക്ക് എത്തിക്കാഫിരിക്കുവാനും നിസ്കരിക്കുവാനും നസീഹത്ത് കേൾക്കുവാനും ധാരാളം നന്മ കാലാകാലം ഇവിടെ ആളുകളൊക്കെ മരിച്ചു പിരിഞ്ഞു പോയാലും പള്ളി ഒരിക്കലും മരിച്ചു പിരിഞ്ഞു പോകുകയില്ല. ഇത്തരം പുണ്യമായ ഒരു അമലിന് വേണ്ടി ആര് പ്രവർത്തിച്ചോ നിർമ്മാണം ചെയ്തോ അതിന് വലിയ കൂലിയാണ്. ആ വിഷയത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുള്ള അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അല്ലാഹു അതിനുള്ള പ്രതിഫലവും അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മുഹമ്മദ് ഹാജി നമുക്കറിയാം, മാണിക്കോത്ത്, അദ്ദേഹം പ്രസിഡൻ്റാണ്. നമ്മുടെ പള്ളിൻ്റെ മദ്രസക്കിൻ്റെ കാര്യത്തിൻ്റെ വേണ്ടിയൊക്കെ അഹോരാത്രം സമയം കാണുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി അഷ്റഫക്ക, ഇങ്ങനെ കമ്മിറ്റി ഭാരവാഹികളൊരു സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മെഴുകുതിരി കത്തിക്കഴിയുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതം കൊഴിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നന്മകൾ മഹല്ല് തലത്തിലും കുടുംബത്തിനും ദീനിന് വേണ്ടി ചെയ്താൽ അത് വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ നബി പറയുന്നു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ ജഅലഹു ഖയ്യിമൽ മസ്ജിദ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സദസ്സിലുള്ള എല്ലാവരും മനസ്സിലാക്കണം, ഈ ഹദീസ് വളരെ മർമ്മപ്രധാനമായ ഹദീസാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കൊണ്ട് ഒരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജഅലഹു ഖയ്യിമൽ മസ്ജിദ്, ആ മനുഷ്യനെ പള്ളി പരിപാലകനാക്കി മാറ്റും, പള്ളി മദ്രസ പരിപാലിക്കുന്ന ഒരു മെമ്പറാക്കി മാറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നാം ഒരു മനസ്സിലാക്കണം, നമ്മുടെ കൂരാര പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ അത് അള്ളാഹു സെലക്ട് ചെയ്തതാണ്. ആ സെലക്ട് ചെയ്ത ആളുകൾ വളരെ വൃത്തിയായി ഭംഗിയോടെ ഉത്തരവാദിത്തത്തോടെ ആ കാര്യം നിർവഹിച്ചാൽ അത് വലിയ കൂലിയുള്ള പുണ്യമുള്ള കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇത്തരം ഒരു ഉത്തരവാദിത്തങ്ങൾ മഹാഭാഗ്യമാണ്. അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണത്. പക്ഷേ അത് ഭംഗിയായ നിലക്ക് ഉത്തരവാദിത്തത്തോട് നിർവഹിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അത്തരം ആളുകളെ സഹായിക്കാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും നമ്മുടെ നാട്ടിലുള്ള സഹോദരി സഹോദരന്മാർക്ക് കടപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ നന്മ നിലനിൽക്കുവാനും അവരുടെ ആയുസ്സിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മുടെ മഹല്ല് തലത്തിലുള്ള കമ്മിറ്റി ഭാരവാഹികൾക്കും അതിൻ്റെ സഹായികൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സമസ്തയുടെ അവിഭാജ്യ ഘടകമായ അതിൻ്റെ ഊന്നുവടിയായി പ്രവർത്തിക്കുന്ന SYS-ഉം SKSSF-ഉം അതുപോലെ തന്നെ നമ്മുടെ സഹചാരി, ഇത്തരം പ്രവർത്തനങ്ങൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളത് വളർത്തണം. നിങ്ങളുടെ കൈവശത്തിലാണ് അതിൻ്റെ വികസനവും അതിൻ്റെ പുരോഗതിയും. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിന് ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് വേണ്ടുന്ന സഹായങ്ങളൊക്കെ സാങ്കേതികമായി നമ്മുടെ പ്രിയപ്പെട്ട ജമീല എന്ന സഹോദരിയും അസീസാദിയും ചെയ്തതുപോലെ നിങ്ങളൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ആ സഹചാരി പ്രവർത്തകർക്ക്, ആ കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമുക്ക് ആ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട്, സമയം കുറേ വൈകിയല്ലോ,
ഒരുപാട് സഹോദരിമാരുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്നതും ഇത്തരം സമസ്തയുടെ പ്രവർത്തനങ്ങളും കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും SKSSന്റെ പ്രവർത്തനങ്ങളും സഹചാരിയുടെ പ്രവർത്തനങ്ങളും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വേദിയാണ്. ഇത് കേൾക്കുന്നതും ഇതിൽ പങ്കുകാരാകുന്നതും ഇതിൽ ഇരിക്കുന്നതും വലിയ പുണ്യമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിൽ പങ്കെടുത്ത ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പല രോഗികളുമുണ്ട്. ഇന്ന് രോഗം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അള്ളാഹു നമുക്കൊക്കെ അതുപോലെ തന്നെ ഈ സദസ്സരിക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നാളെ പരലോകത്തിൽ ആരാരുമില്ലാതെ കഷ്ടപ്പെടുന്ന സമയം, ആ കഷ്ടപ്പെടുന്ന സമയം നമുക്ക് താങ്ങും തണലുമേകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില പ്രവർത്തനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചെയ്താൽ നമ്മൾ അത് അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തകനാവും. അതോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അള്ളാഹിൻ്റെ നബി പറയുന്നു, തശൂഖുൽ ജന്നത്തു ഇലാ അർബഅത്തി നഫർ, 4 ആളുകളെ അള്ളാഹുവിൻ്റെ സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കുകയാണ്. 4 ആളുകളെ. ആരാണ് ആ 4 ആളുകൾ? ഞാൻ വേഗം പറഞ്ഞു തീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാരിഉൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സഹോദരൻ സഹോദരിമാർ, അവർ വീട്ടിൽ വെച്ച് കൊണ്ടുപോകുന്നവർ, പള്ളിയിൽ വെച്ച് പോകുന്നവർ, യാത്രയിൽ വെച്ച് പോകുന്നവർ, എവിടെയാണോ സമയം കിട്ടുന്നത് അവിടെ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നോക്കുകയും പാരായണം ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ അവിടെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗം അവരെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ മരണപ്പെട്ടാൽ ഉടനെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പുണ്യമുള്ള ഒരു കർമ്മമാണ് ഖുർആൻ പാരായണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിലൊക്കെ മനുഷ്യൻ വളരെ പിന്നോട്ടേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ യുവതി യുവാക്കളെയൊക്കെ ഹൈഫോണും അതുപോലെ തന്നെ നെറ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും തോണ്ടൽ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുബഹി നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകേണ്ട ചെറുപ്പക്കാർ യുവതി യുവാക്കളൊക്കെ രാവിലെ എഴുന്നേറ്റ് എന്താണ് വന്നത് എന്താണ് പോയത് പരിശോധിക്കുകയാണ്. വെറും തോണ്ടൽ പരിപാടി സമൂഹമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഒഴിവ് സമയങ്ങളും ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഖുർആൻ ഒത്ത് മറന്നു പോകണ്ട. നമ്മുടെ ദുന്യാവിൽ രക്ഷപ്പെടാൻ, ഖബറിൽ രക്ഷപ്പെടാൻ, മഹ്ശറിൽ രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, സ്വർഗം ആഗ്രഹിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യേണ്ട പ്രധാന ഒരു പുണ്യകർമ്മമാണ് ഖുർആൻ പാരായണം. ഒരു ദിവസം ഒരു പേജെങ്കിലും നിത്യമായി പതിവായി ഓതിയാൽ അത്തരം ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പാടുകൾ മുഴുവനും സഹിക്കുന്നത്, ഒരുപാട് ത്യാഗങ്ങൾക്ക് വിധേയമാകുന്നത്, ഒരുപാട് ക്ഷമിക്കുന്നത് സ്വർഗം പുൽകാൻ വേണ്ടിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ നന്നാക്കുവാൻ വേണ്ടി, മനുഷ്യനെ സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, ആത്മീയമായി വളർത്തുവാനും നന്നാക്കുവാനും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. സാഹിത്യത്തിലും ഫസാഹത്തിലും ബലാഅത്തിലും അങ്ങേയറ്റമെത്തിയ മനുഷ്യ ഹൃദയത്തെ സ്വാധീനിച്ച ഒരത്ഭുത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലോകത്തിൻ്റെ ഭരണഘടനയാണ്, മനുഷ്യൻ്റെ വിളക്കാണ്, മനുഷ്യൻ്റെ പിടിവള്ളിയാണ്. ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹാ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും അതിനെ പഠിക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും അതുമായി ബന്ധപ്പെടുവാനും നാം ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ സ്വർഗം ആശിച്ചു കൊണ്ടിരിക്കും. സ്വർഗത്തിൽ എത്തുന്നവരെ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം. ഇന്ന് നമ്മളൊക്കെ കൂട്ടുകാർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ പല ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ആരാരുമില്ലാത്തൊരു ദിവസം നമുക്ക് വരാനുണ്ട് കേട്ടോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും ശഅ്നുൻ യുഅനീ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, നമ്മളുമായി ബന്ധപ്പെട്ട 5 വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾ. ആ സുഹൃത്തുക്കൾ പരലോകത്ത് കാണുമ്പോൾ നമ്മളോട് മൈൻഡ് ചെയ്യുകയില്ല, നമുക്ക് മുഖം തരികയില്ല. മറ്റൊന്ന് നമ്മൾ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഉമ്മ നൊന്ത് പ്രസവിച്ച് പാട്ടുപാടി പാലൂട്ടി വളർത്തി നമുക്ക് വേണ്ടി സ്നേഹിച്ച ഉമ്മാനെ കാണുമ്പോൾ സംസാരിക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടെ നാനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആ ഉപ്പാനെ കാണുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ രഹസ്യവും പരസ്യവും അറിഞ്ഞ നമ്മളെ എല്ലാ നിലക്കും സഹായിച്ച ഭാര്യ
ഭാര്യനെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ പുഷ്പങ്ങളാകുന്ന മക്കൾ, ആ മക്കൾക്ക് വേണ്ടിയാണ് പല ആളുകളും ജീവിക്കുന്നത്. അവരുടെ ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുപോയി ചേർത്തി അതിനുവേണ്ടി കാശ് ചെലവഴിച്ച് നമ്മൾ കഷ്ടപ്പെടുന്ന മക്കൾ ഈ 5 വിഭാഗം നമ്മളെ കാണുമ്പോൾ നമ്മളോട് മൈൻഡ് ചെയ്യാതെ, നമ്മളോട് സംസാരിക്കാതെ ലോകത്തൂടെ പരലോകത്തിലോ ഓടുന്ന ദിവസം വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ടാണ് നോക്കാത്തത്? എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഓരോ മനുഷ്യനും ആണിനും പെണ്ണിനും താങ്ങാ മാത്രമുള്ള പ്രശ്നം അവർക്കുണ്ടാകുമാൻ. അതുകൊണ്ടാണ് അവർ നോക്കാത്തത്. എന്നാൽ പ്രിയമുള്ള സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ വെച്ചുകൊണ്ട് കണ്ണിന് കാഴ്ചയുള്ള നമ്മൾ, സമയമുള്ള ഒഴിവ് സമയമുള്ള നമ്മൾ ഈ പരിശുദ്ധ ഖുർആനെ സ്ഥിരമായി പാരായണം ചെയ്താൽ ആരാരും റെക്കമെൻഡേഷൻ ഇല്ലാത്ത, ആരാരും സഹായിക്കാനില്ലാത്ത ഖബറിൽ വെച്ചുകൊണ്ട്, മഹ്ശറിൽ വെച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും പരിശുദ്ധ ഖുർആന് സാധിക്കും. ആ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ നബി പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ആ പരിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുന്നവർ, അതിനെ സ്നേഹിച്ചവർ, അതിനെ മാനിച്ചവർ, അതിനെ പ്രചരിച്ചവർ, അവർക്ക് ഒരു ഷഫീ ആയിട്ട് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പരിശുദ്ധ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഖാരിഉൽ ഖുർആനാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ. അതിന് സമയം കണ്ടേ മതിയാകൂ. പരിശുദ്ധ ഖുർആൻ മാത്രം ഒരു ഖത്തം ഓതിയാൽ പോരാ. എല്ലാ ദിവസം ഖുർആൻ പാരായണം ഒരു പുണ്യ ഇബാദത്തായി, ഒരു പുണ്യ അമലായി ഏറ്റെടുത്തുകൊണ്ട് നാം ദിവസം പാരായണം ചെയ്ത് അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. രണ്ടാമത്തെ പാർട്ടി ആരാ? സ്വർഗം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പാർട്ടി ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരാണ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് കഴിവുകളുള്ള അവയവങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അവയവങ്ങൾ പ്രധാനമാണ് മനുഷ്യൻ്റെ നാവ്. ഈ നാവ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, നന്മ പറയുവാനും നന്മ ഉപദേശിക്കുവാനും ഖുർആൻ ഓതുവാനും സ്വലാത്ത് ചൊല്ലുവാനും ദിക്ർ ചൊല്ലുവാനും നല്ല വാക്കുകൾ പറയുവാനും ഇതാ നിങ്ങളെ നാവ് ഉപയോഗിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെ നാവ് സൂക്ഷിച്ചുകൊണ്ട് കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർ അവിടെ സ്വർഗം പിടിച്ചു കൊണ്ടുപോകാം. അല്ലാഹുവിന്റെ നബി പറയുന്നു, എത്ര ഗൗരവമുള്ള വിഷയമാണെന്നറിയുമോ? മൈ അലുമനലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അലുമനലുൽ ജന്നാ. വല്ലവരാളും 2 താടിയെല്ലിൻ്റെ ഇടയിലുള്ള നാവിനെ സംബന്ധിച്ചും അവൻ്റെ 2 കാലിൻ്റെ ഇടയിലുള്ള ലൈംഗിക അവയവങ്ങളെ സംബന്ധിച്ചും ഒരു തെറ്റുകളും കുറ്റങ്ങളും അല്ല പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുകയില്ല എന്ന് വല്ലവരാളും എനിക്ക് സാക്ഷ്യം വഹിച്ചാൽ, ജാമ്യം നിന്നാൽ അലുമനലുൽ ജന്നാ, അവന് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷ്യം വഹിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര ഗൗരവമുള്ള പ്രശ്നമാണിത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2 വിഷയം, ഒന്ന് സാമ്പത്തിക ശുദ്ധി, ഒരു ലൈംഗിക ശുദ്ധി, ഒന്ന് സംസാര ശുദ്ധി. ഈ സംസാര ശുദ്ധിക്ക് വേണ്ടി നാവ് ഉപയോഗപ്പെടുത്തണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും ദിക്റും സ്വലാത്തും കൂടുതൽ പെരുപ്പിച്ചുകൊണ്ട് നാവ് നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. ചിലപ്പോൾ നമ്മുടെ ചെറിയ വാക്കുകളെ കൊണ്ട് ഒരുപാട് പൊട്ടലും ചീറ്റലും അനൈക്യവും പിണക്കവും കുഴപ്പവും ഫസാദുകളും എല്ലാം ഉണ്ടായേക്കാം. അവസാനം നമ്മുടെ ശരീരത്തിൽ അല്ലാഹു നൽകിയ ഈ അരുവാളാകുന്ന നാവ് നമ്മൾ അരിഞ്ഞുകൊണ്ട് നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് നമ്മളെ വലിച്ചെറിയാൻ സാധിക്കും. അത്ര ഗൗരവമുള്ള വസ്തുവാണ് നമ്മുടെ നാവ്. ഈ നാവ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിന് പരിശീലനം നൽകുവാനുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ആരെങ്കിലും നിന്നെ ചീത്ത പറഞ്ഞാൽ നീ ഒന്നും പറയേണ്ട, അനസ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഒരക്ഷരം തിരികെ പറയരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാണ് ഈ പ്രവർത്തനം പറഞ്ഞത്? മനുഷ്യൻ നാവിനെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു നിയന്ത്രണം വെക്കണം, ഒരു നിയന്ത്രണം വേണം, നാവിനൊരു നിയന്ത്രണം. പ്രിയമുള്ള സഹോദരിമാരെ, എത്ര കാശാണ് നമ്മൾ ചിലവഴിക്കുന്നത്? വാട്സപ്പിലൂടെ, നെറ്റിലൂടെ, ഫോണിലൂടെ അനാവശ്യമായ ഒരുപാട് കാശുകൾ തിന്മ പറയുവാൻ വേണ്ടി സമ്പത്ത് ചിലവഴിച്ചു, സമയം ചിലവഴിച്ച് നാളെ പരലോകത്തിൽ രക്ഷപ്പെടുകയില്ല കേട്ടോ.
നമ്മുടെ സംസാരങ്ങളൊക്കെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, നാട്ടുകാരോട്, കുടുംബത്തിനോട്, സമൂഹത്തിനോട് ആരോട് പറയുമ്പോഴും നല്ലത് പറയുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, നല്ല വാക്ക് പറയുക. കളങ്കമില്ലാത്ത, കളവില്ലാത്ത, നിഫാക്കില്ലാത്ത, വഞ്ചനയും ചതിവുമില്ലാത്ത നേർക്ക് നേരെ നല്ല സംസാരം പറയുക. അല്ലാഹുവിൻ്റെ നബി പറയുന്നു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറാ ഫഇല്ലു മജദ് ഫബികലിമത്തിൻ തയ്യിബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, മനുഷ്യന് കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പ്രധാനമായൊരു മാർഗമാണ് ഈ സ്വതക്ക. ആ സ്വതക്കയാണ് നമ്മുടെ സഹചാരി വിങ്ങി ഏറ്റെടുത്തുകൊണ്ട് ഇതാ കിറ്റ് വിതരണം ചെയ്യുന്നത്. വല്ലാത്തൊരു സംഭവമാണത്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്വതക്ക കഴിയാൻ കഴിവില്ലാത്ത, സാമ്പത്തികമായി ഞെരുങ്ങി കഷ്ടപ്പെട്ട് നിത്യജീവൻ നയിക്കുന്ന ആളുകളായിരുന്നു 1400 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ വളരെ വിഷമിച്ചവരാ. ഇപ്പോഴൊക്കെ ചില ആളുകളൊക്കെ വീട്ടിലേക്ക് ഒന്ന് 1 റുപ്യ കൊടുത്താൽ നിൻ്റെ 1 റുപ്യ ആർക്ക് വേണം വലിച്ചെറിയും. 2 റുപ്യ കൊടുത്താലും വലിച്ചെറിയും. 10 റുപ്യ വേണമല്ലോ. ഇങ്ങനത്തെ യാചകന്മാരൊക്കെ ഉള്ള കാലാണിത്. നമ്മൾ എന്താണ് ഉള്ളത് കൊടുക്കണം. അള്ളാഹിൻ്റെ നബി പറയുന്നു, നിന്നോട് ആരെങ്കിലും ഒരു സഹായം തേടിയാൽ നീ ഒരു കാരക്കൻ്റെ ചീന്ത്, ഒരു നിസ്സാരല്ലേ, ഒരു 50 പൈസ ഉണ്ട്, അല്ല 1 ഉറുപ്പ്യ ഉണ്ട്, അത് കൊടുത്തേക്കണം. വിവരമില്ലാത്ത യാചകന്മാർ ചിലപ്പോൾ ശപിച്ചെന്ന് വരും. അത് അള്ളാഹ് സ്വീകരിക്കുന്നില്ല. അള്ളാഹ് എന്താ പൊട്ടനേറ്റാ? നമ്മുടെ അവസ്ഥ അള്ളാഹ്ക്കറിയാം. ഇവിടെ കിറ്റ് വിതരണത്തിൽ പറഞ്ഞ പ്രധാനമായ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞ പ്രധാന ഒരു വിഷയം, വളരെ കഷ്ടപ്പെട്ട് വിഷമിക്കുന്ന നാട്ടിലുള്ള മഹല്ലത്തിലുള്ള ആളുകൾ, അവർക്കെല്ലാവരും എല്ലാ സംഘടനകളും മറ്റും ഇഷ്ടം പോലെ കാശ് കൊടുത്ത് പിന്നെ പെരുന്നാളിൻ്റെ പിറ്റുന്നവർക്ക് അരി ഗോഡൗണിലേക്ക് കൊണ്ടുപോയി വിൽക്കേണ്ടി വരും. അത്ര കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ, സാധനമൊക്കെ കേടുവരുമാർ. എന്നാൽ ഇടത്തരത്തിലുള്ള ചില സഹോദരി സഹോദരന്മാർ, ചില കുടുംബങ്ങളുണ്ട്, മരുന്ന് വാങ്ങാൻ കാശില്ലാതെ, അരി വാങ്ങാൻ കഴിവില്ലാതെ, വസ്ത്രം വാങ്ങാൻ കഴിയില്ലാതെ, അവരുടെ തറവാടിത്തം മനസ്സിലാക്കി അഭിമാനം നിലനിർത്തിക്കൊണ്ട് ഒന്നും മിണ്ടാതെ വളരെ കഷ്ടപ്പെടുന്ന ഞെരിഞ്ഞ് പീഡനമായി നേറി ഒരുകുന്ന മനസ്സോടെ കഴിയുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, ഇടത്തക്കാരുണ്ടെങ്കിൽ അവരെ രഹസ്യമായി പഠിച്ച് മനസ്സിലാക്കി അവരെ സഹായിക്കലും കൂടി ചെയ്യണം. കിറ്റ് വിതരണം ചെയ്യുമ്പോൾ പ്രധാനമായി അതും കൂടി ശ്രദ്ധിക്കണം. അത് പ്രധാനമായൊരു നേതാക്കന്മാർ പറഞ്ഞത് പ്രധാനമായൊരു പോയിൻ്റാണത്. സാധുക്കളെക്കാൾ വിഷമിക്കുന്ന ചില ഇടത്തരക്കാരുണ്ട്. ഫക്കീറന്മാരെക്കാൾ അങ്ങേയറ്റം മാനസികമായി വിഷമിക്കുന്ന, സാമ്പത്തികമായി ഞെരുങ്ങുന്ന അവരെ കണക്കിലെടുക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഒരു ചെറിയ സഹായം ചെയ്യുന്ന വിഷയത്തിൽ ആരും മടിക്കണ്ട. അള്ളാഹുവിൻ്റെ നബി പറയുന്നു, മനുഷ്യൻ ഓരോ ദിവസവും കഴിയുന്ന എന്തെങ്കിലും സദഖ ചെയ്യണം കേട്ടോ. എപ്പോഴെങ്കിലല്ല, റമദാൻ മാസത്തിനല്ല, 365 ദിവസം ഓരോ ദിവസം എന്തെങ്കിലും ഒരു സദഖ ചെയ്യണം. ആ സദഖ റദ്ദുൽ ബലായാ, അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ, അതൊക്കെ തടുക്കുവാനുള്ള ഒരു പ്രത്യേകമായ കഴിവ്, അതിനൊരു സംരക്ഷണം അതിനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഓരോ സഹോദരി സഹോദരന്മാരും എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെറിയ സദഖകൾ ചെയ്യണം. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ നബി പറയുന്നു, ഇത്തഖുന്നാറ, നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വലോ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയെ 4 ചീന്താക്കി അതിൻ്റെ ഒരു ചീന്ത് കൊടുത്തുകൊണ്ടായാലും ശരി, അതുകൊണ്ട് പാപം പൊറുക്കും, സ്വർഗ്ഗം ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ ഒരു സഹോദരി തൊഴിൽ ചെയ്തിരുന്നു. ജിബ്രീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, തങ്ങളെ വീട്ടിൽ മോശമായ പ്രവർത്തനം ചെയ്യുന്ന ഒരു സഹോദരി ജീവിക്കുന്നുണ്ട്, അവിടെ തൊഴിൽ നിന്നും പിരിച്ചുവിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞുകൊണ്ട് ആ സഹോദരി പിരിച്ചുവിട്ടപ്പോൾ 3 കാരക്കയാണ് ബോണസായി നൽകാനുള്ളത്. അത് കൊടുത്തു. ആ സഹോദരി അതുമായി നടന്നു പോവുകയാണ്, അത് കഴിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. പ്രവാചകൻ കൊടുത്തതല്ലേ, അതിന് ബറക്കത്തെന്നുള്ള നിലക്ക് 2 എണ്ണം തിന്നുകൊണ്ട് ഒരു കഷ്ണം ഒന്ന് മാത്രം വെച്ച് യാത്ര പോകുമ്പോൾ ഒരു സാധുവായ, ഒരു ഫക്കീറായ, ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു. ഈ സഹോദരി തിന്നുന്നത് കണ്ടപ്പോൾ ആ സഹോദരൻ ചോദിച്ചു, സഹോദരി, എനിക്ക് വല്ലതും തരണം, ഞാനൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ സഹോദരിക്കൊരു മടിയുണ്ട്, കാരണം പ്രവാചകൻ കൊടുത്തതാണ്, അതിന് ബറക്കത്തുണ്ട്, ശക്തിയുണ്ട്. എന്നാലും ഈ യാചകൻ വല്ലാതെ
കീർത്തിച്ച് കൊണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇതാ ഈ സഹോദരി ഒരു കാരക്കത്തൻ്റെ ചീന്തുണ്ടല്ലോ ആ സഹോദരന് കൊടുത്തു. ആ സഹോദരൻ അത് വിസ്മി ചൊല്ലിക്കൊണ്ട് കഴിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ ഒരുപാട് ദിവസമായി ഞാൻ ഭക്ഷണം കഴിക്കാതെ, പക്ഷേ ഒരു പ്രിയപ്പെട്ട സഹോദരി എനിക്കൊരു സദക്ക ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ വിറക്കുന്ന കൈകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, വേദനിക്കുന്ന മനസ്സോടെ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകന്റെ വീട്ടിൽ മോശമായ പ്രവർത്തനം ചെയ്തിരുന്ന ഈ രാജിവെച്ചു പോയ സഹോദരി ഒരു കാരക്കൻ്റെ ചീന്തു കൊടുത്തപ്പോൾ ഈ സഹോദരിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൻ്റെ അവകാശിയാക്കുകയും ചെയ്തു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖറബുൽ അംറാഖ് ജിബിരീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു. നോക്കുങ്ങൾ, ഒരു കാരക്കൻ്റെ ചീന്ത. ഇങ്ങനെ പ്രവാചകൻ എന്നൊരു വിവരം കിട്ടിയപ്പോൾ അല്ലാഹുവിൻ്റെ നബി പറഞ്ഞത്, ഇത്തകുന്നാർ, ഇതാ കത്തിക്കാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. വലോബിഷിക്കി തമ്ര, ഇതാ ഒരു സഹോദരി ഒരു ചീന്ത് കാരക്ക കൊടുത്തുകൊണ്ട് പാപം പൊറുപ്പിക്കുകയും സ്വർഗാവകാശിയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നരകത്തെ സൂക്ഷിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രവാചകൻ അവിടെ നിർത്തിയില്ല. ചിലപ്പോൾ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു കാരക്കൻ്റെ ചീന്ത് കൊടുക്കാൻ പോലും കഴിവുണ്ടാവുകയില്ല. അവർക്ക് നരകത്തിനെ സൂക്ഷിക്കണമല്ലോ. അല്ലാഹുവിന്റെ നബി പറഞ്ഞു, ഫൈലം യജിദ്, അതും ഒരു മനുഷ്യനില്ലെങ്കിൽ ഫബി കലിമത്തിൻ തയ്യിബ, നല്ല വാക്ക് കൊണ്ട് നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നോക്കുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോട് നല്ല വാക്ക് സംസാരിക്കുക, ഉപ്പയോട് നല്ലത് പറയുക. ആരെങ്കിലും സഹായം തേടി വന്ന് അവർക്ക് കൊടുക്കാനൊന്നുമില്ല, ദേഷ്യം പിടിക്കണ്ട, അവരെ പരിഭവിക്കണ്ട, അവരോട് നല്ല വാക്ക് പറയുക. ഇന്നൊന്നും എൻ്റെ കയ്യിലില്ല, നിങ്ങൾ പിന്നൊരു ദിവസം വാ, നിങ്ങൾ കഴിയുന്നതൊക്കെ ചെയ്യും. ഇതൊരു നല്ല വാക്കാ, ഇതും ഒരു സദഖയാണ്. ഈ വാക്കുകൊണ്ട് നരകത്തെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ നല്ല വാക്ക് പറഞ്ഞ് എന്തുകൊണ്ടാ? നാവ് കൊണ്ടുള്ള നന്മയാണിത്. അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കാൻ റമദാൻ മാസത്തിന്റെ ശേഷം മനുഷ്യന്റെ ശരീരത്തിനെ നിയന്ത്രിക്കുവാനും മനുഷ്യനെ ആത്മാവിനെ നിയന്ത്രിക്കുവാനും മനുഷ്യന്റെ സകലമാന തിന്മകളിൽ നിന്ന് മനുഷ്യൻ നിയന്ത്രിക്കുവാനും നല്ല നല്ല ശീലങ്ങൾ ഫിറ്റ് ചെയ്യുവാനുള്ള ക്യാമ്പയിനാണ് റമദാൻ മാസം. ഈ റമദാൻ മാസം ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് റമദാനിന്റെ ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നാവുണ്ടല്ലോ, ആ നാവിനെ സൂക്ഷിക്കാൻ നാം ശ്രമിക്കണം. ജറാഹാത്തുൽ ലിസാനി ലഹൽ തിയാമോ വമാ യൽതാമോ മജറഹൽ ലിസാനോ. ഒരു മഹാകവി പറയുകയാണ്, മനുഷ്യന് പല മുറിവുകളും ഉണ്ടാകും. യുദ്ധത്തിൽ അല്ലെങ്കിൽ ആക്സിഡന്റിൽ അല്ലെങ്കിൽ വീണുകൊണ്ട് എന്ത് മുറിവുണ്ടായാലും അതിനൊക്കെ ഓപ്പറേഷൻ ചെയ്ത് മരുന്ന് വെച്ചാൽ അത് മുറിയല്ല ഉണങ്ങി കല പോലും ഇല്ലാതെ വൃത്തിയാകും. മനുഷ്യന്റെ നാവുണ്ടാക്കി തീർക്കുന്ന മുറിവുണ്ടല്ലോ, മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ വേദനിപ്പിച്ച മുറിവുണ്ടല്ലോ, ആ മുറി ഉണങ്ങാതെ അങ്ങനെ തന്നെ നിലനിൽക്കുകയും നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന സയ്യിദുനാ റസൂലുള്ളാഹി. പറഞ്ഞതിന് എന്തെങ്കിലും പല പ്രശ്നങ്ങളും ഉണ്ടാകും. പറയാത്തിന് ഒറ്റ കുറ്റമുള്ളൂ, പറഞ്ഞില്ലല്ലോ എന്ന കുറ്റം. പറഞ്ഞതിനായി ആയിരക്കണക്കിന് കുറ്റം തിന്മയാണെങ്കിൽ. അതുകൊണ്ട് നാവിനെ ശ്രദ്ധിക്കണം, നാവിനെ സൂക്ഷിക്കണം. എന്നാൽ നാം ദുന്യാവിലും ആഖിറത്തിലും വെച്ചുകൊണ്ട് വിജയിച്ചു. സൽക്കർമ്മവും സത്യവിശ്വാസവും അതുപോലെ തന്നെ സൽ സ്വഭാവവും, ഇത് മൂന്നാണ് ഒരു മുസ്ലിമിൻ്റെ മുഖമുദ്ര. ഇത് മൂന്നുമുണ്ടാകുന്ന പ്രധാനമായ വിഷയം നമ്മുടെ നാവാണ്. നാവ് കൊണ്ട് നല്ലത് പറയാൻ നമുക്ക് സാധിക്കണം, നല്ലത് തന്നെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം, നല്ലത് പ്രവർത്തിക്കുവാനും സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദര, സ്വർഗം കൊതിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സേഫ്റ്റിയായി ഏറ്റവും സുരക്ഷിതമായി നിൽക്കുന്ന ഒരു അവയവമാണ് മനുഷ്യൻ്റെ നാവ്. നാവ് എല്ലാ ദിവസം രാവിലെ
ശരീരത്തിനോട് പറയും, ശരീരമേ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നാവ് പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞാൽ അതിൻ്റെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ശരീരമാകുന്ന നമ്മളാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് അവൻ്റെ ശരീരത്തിൻ്റെ മറ്റവയവം നാവിനോട് എല്ലാ പ്രഭാത സമയത്തും പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്രയോ കുടുംബം തെറ്റിപ്പോയി, എത്രയോ ആളുകൾ പിണങ്ങിപ്പോയി, എന്തെല്ലോ പ്രശ്നങ്ങൾ നടന്ന് ഒരുപാട് കലാപങ്ങൾ നടന്നു. ഇതിനെല്ലാം കാരണം നാവാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അതിനെ നിയന്ത്രണം ഏർപ്പെടുത്താൻ 1 മാസം നമുക്ക് നൽകുകയും ചെയ്തു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ വിഭാഗം ആരാ നിങ്ങൾക്കറിയുമോ? മൂന്നാമത്തെ വിഭാഗം അൽ മുത്തീമു അലൽ ജായിസി. അൽ മുത്തഈമു അലൽ ജായിസി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന സംഗതി ഏറ്റവും പുണ്യമായ കാര്യമാണ് കേട്ടോ. ആ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരുന്നാൽ അതിന് വലിയ പുണ്യമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സഹചാരിയുടെ കീഴിൽ ഇവിടെ ഇതാ കിറ്റ് വിതരണം മുസ്ലിമിന് മാത്രമല്ല മുസ്ലിമല്ലാത്തവർക്കും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നൊരു സംഘടനയാണ് കേട്ടോ. മതസൗഹാർദ്ദം നിലനിർത്താൻ, പരസ്പര സ്നേഹം നിലനിർത്തുവാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുവാൻ ഇസ്ലാമിൻ്റെ രേഖ പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്രിം ജാറക, നിന്റെ അയൽവാസിയെ നീ മാനിക്കുകയും സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അത് വലൗ കാഫിറ, മുസ്ലിം അല്ലാത്ത മനുഷ്യനായാലും ശരി. റസൂലുള്ള പച്ചയായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏത് വിഭാഗമായാലും നിന്റെ അയൽവാസിയെ, നിന്നുമായി ബന്ധപ്പെട്ടവരെ നീ ആദരിക്കണമെന്ന്. എന്നാൽ സാധുക്കളെ ആദരിക്കലെങ്ങനെയാണ്? പാവങ്ങളെ ആദരിക്കലെങ്ങനെയാണ്? ഭക്ഷണം കൊടുത്തുകൊണ്ട്. ഭക്ഷണം കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് കാണാം, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ. നബി കുടുംബമുണ്ടല്ലോ, പട്ടിണി കിടന്നുകൊണ്ട് നോമ്പെറുക്കാൻ പോലും സാധനമില്ലാതെ അവരിഷ്ടപ്പെട്ടുകൊണ്ടാണ് സാധുക്കൾക്കും പാവങ്ങൾക്കും അതുപോലെ തടവുകാർക്കും ഭക്ഷണം കൊടുക്കുന്ന പരിശുദ്ധ ഖുർആൻ. ചില ആളുകൾക്ക് ഇഷ്ടമില്ലാതെ കൊടുക്കും, പക്ഷേ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊടുക്കണം. അതിനാണ് കൂലിയുള്ളത്. ആ ഒരു പ്രവർത്തനമാണ് കിറ്റ് വിതരണം. അത് എല്ലാവർക്കും കൊടുക്കാം, അയൽവാസികൾക്കും കൊടുക്കാം, മറ്റു മതക്കാർക്കും കൊടുക്കാൻ വലിയ കൂലിയുണ്ട്. യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, സാധുക്കളെ സഹായിക്കാൻ ചില ആരാധന പോലും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുദ്ദ് കൊടുക്കുമ്പോൾ നോമ്പെടുക്കാൻ സാധിക്കാത്ത സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ അവരതിന് പകരമായി മുദ്ദ് കൊടുക്കണം. ആ മുദ്ദ് ആർക്കാ കൊടുക്കേണ്ടത്? മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് വെച്ച് കൊടുക്കണം. എൻ്റെ ആരാധന പോലും ബന്ധപ്പെട്ടു. ഹജ്ജിൽ എന്തെങ്കിലും തകരാറ് വന്ന്, ഉംറക്ക് എന്തെങ്കിലും തകരാറ് വന്ന് അതിന് ഫിദിയ കൊടുക്കാൻ സാധുക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കലാണ്. നോക്കുക, ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ട്. നമ്മളേക്കെങ്കിലും തിന്മകൾ വന്നാൽ എന്തെങ്കിലും സ്വതക്ക ചെയ്തുകൊണ്ട് പരിഹരിക്കണമെന്നാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുക പ്രധാന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി അഫ്ദൽ യാ റസൂലല്ലാഹ്, ഇസ്ലാമിൽ വെച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ നബിയെ? അള്ളാഹുവിന്റെ നബി പറഞ്ഞു, അയ്യുത്ഇമത്ത്വാം, നീ ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ. ഇന്ന ആളുകൾക്കെന്ന് പറഞ്ഞില്ല, ഭക്ഷണം കൊടുക്കുന്ന വല്ലാത്ത ഒരു നന്ദിയുള്ള പരിപാടിയാണ് ഒരുപാട്. പക്ഷെ നല്ലത് കൊടുക്കണം, നല്ലവർക്ക് കൊടുക്കണം. എങ്ങനെ കൊടുത്താലും കൂലിയുള്ള ഇസ്ലാമിൽ പ്രധാനമായ പുണ്യകർമ്മമാണ് കേട്ടോ ഭക്ഷണം കൊടുക്കൽ. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ പ്രവാചകനെ നിസ്കരിക്കുവാനും നന്മ ചെയ്യുവാനും ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തുവാനും സാധ്യമല്ലാതെ കഷ്ടപ്പെട്ട സമയത്ത്, ഒരുപാട് പീഡനങ്ങൾക്കും ത്യാഗങ്ങൾക്കും വിധേയമായ സമയത്ത് മക്കയിൽ വെച്ചുകൊണ്ട് നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും മദീനയിലേക്ക് പോകുകയാണ്. മദീനയിലുള്ള ആളുകൾ, ആബാലവൃദ്ധം ജനങ്ങൾ, സുഹൃത്തുക്കളും പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളൊക്കെ ഇങ്ങനെ പ്രവാചകനെ കാത്ത് നിൽക്കും. രാത്രിയാകുമ്പോൾ അവിടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ എത്രയോ ദിവസം പ്രവാചകനെ കാത്തു നിന്ന് പ്രവാചകനെ ഒരു നോക്ക് കാണാൻ, പ്രവാചകൻ്റെ ഒരു വാക്ക് കേൾക്കാൻ വളരെ ആഗ്രഹത്തോടുകൂടെ, അത്യാഗ്രഹത്തോടുകൂടെ ആ മലമുകളിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അവസാനം പ്രവാചകൻ അതാ വരുന്നു. വന്നപ്പോൾ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വിദാഇ. അവർ പാട്ട് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചു. ആ മദീനൻ്റെ പട്ടണത്തിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയ വല്ലാത്തൊരു സദസ്സായിരുന്നു സഹോദരിമാരെ. ആ മദീന
കാണേണ്ട സദസ്സായിരുന്നു. ഇങ്ങനത്തെ ഒരു അച്ചടക്കവും ബഹുമാനവുമുള്ള ഒരു സദസ്സ് നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം പ്രവാചകൻ ആരാന്നുള്ളത് അറിയുമോ? അഷ്റഫുൽ ഖൽഖാൻ, സൃഷ്ടികളിൽ ഏറ്റവും മഹത്തായ പ്രവാചകനാണ് കേട്ടോ. ആ പ്രവാചകനാണ് യസ്രിബ എന്ന മദീനയിലേക്ക് വന്നത്. സുബ്ഹാനല്ലാഹ്, സന്തോഷം കൊണ്ട് പല ആളുകളും കരഞ്ഞുപോയി, കുട്ടികളെല്ലാം തുള്ളിച്ചാടി. വല്ലാത്തൊരു സന്തോഷമുള്ള ദിവസം. പ്രവാചകൻ അതൊരു ഉദ്ഘാടന പ്രസംഗം നടത്തിയിരുന്നു. വല്ലാത്തൊരു ഉദ്ഘാടന പ്രസംഗമാണ്. എന്താണ് പ്രവാചകൻ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്? ഇന്ന് ആ മദീനയിലുള്ള ആളുകൾ, ലോകത്തുള്ള മുസ്ലിമുകളൊക്കെ നെഞ്ചിലേറ്റി നടക്കുന്ന ഉദ്ഘാടന പ്രസംഗമാണ് അത്. ഞാൻ ഇതാ സഹചാരിയുടെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നു. അല്ലാഹുവിന്റെ നബി പറയുന്നു, അഫ്സുസ്സലാം. ഒന്നാമതായി പറഞ്ഞത് നിങ്ങൾ സലാം പറയുക, പരസ്പരം സലാം പറയുക. സലാം പറഞ്ഞാൽ സ്നേഹമുണ്ടാകും, ബഹുമാനമുണ്ടാകും, ആദരവുണ്ടാകും, അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും, മലക്കുകളുടെ തിരുനോട്ടമുണ്ടാകും. മാത്രമല്ല സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്ത മഹത്തായ ഒന്നാണ് കേട്ടോ സലാം പറയൽ. അത് പ്രാർത്ഥനയാണ്, അത് ദുആയാണ്. ഉമ്മ മക്കളോടും, മക്കൾ ഉമ്മയോടും, ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കളോടും, ശിഷ്യഗണങ്ങളോടും, സുഹൃത്തുക്കളോടും, ആരാരുമുണ്ടോ, അറിയുന്നവരായാലും അറിയാത്തവരായാലും നിങ്ങൾ സലാം പറയണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സലാം പറഞ്ഞവരോട് പ്രത്യേക സ്നേഹം നമുക്കുണ്ടാകും. അതുകൊണ്ട് കുടുംബത്തിൽ, സമൂഹത്തിൽ, നാട്ടിൽ, മഹല്ലത്തിൽ സ്നേഹം വർദ്ധിക്കുവാൻ ഏറ്റവും പ്രധാനമായ ഒരു പ്രാർത്ഥന പ്രക്രിയയാണ് കേട്ടോ സലാം പറയൽ, അഫ്സുസ്സലാം. അപ്പോൾ മദീനയിലുള്ള ആളുകളൊക്കെ സ്നേഹമുണ്ടാക്കുവാൻ, ഒരു സാമൂഹികമായ സ്നേഹമുണ്ടാക്കുവാനുള്ള പ്രക്രിയ പ്രവാചകൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കൊടുത്തു. പിന്നെന്താ രണ്ടാമത്തേത് പറഞ്ഞത്? നിങ്ങൾ ഭക്ഷണം കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഭക്ഷണം ആർക്ക് കൊടുത്താലും, കുടുംബത്തിന് കൊടുത്തോ, അയൽവാസികൾക്ക് കൊടുത്തോ, സുഹൃത്തുക്കൾക്ക് കൊടുത്തോ, ഇങ്ങനെ ഭക്ഷണം കൊടുത്താൽ പ്രത്യേകമായൊരു നന്ദിയുണ്ടാകും, പരസ്പര ഒരു ബന്ധമുണ്ടാകും, മതസൗഹാർദ്ദമുണ്ടാകും, പരസ്പര സ്നേഹമുണ്ടാകും. ഭക്ഷണം കൊടുക്കുക. ഉമ്മാക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു നന്ദിയുണ്ടാകും. ഉപ്പാക്ക് കൊടുത്താൽ, ഭാര്യ ഭർത്താക്കും കൊടുക്കുക, ആർക്ക് കൊടുത്താലും ഭക്ഷണം കഴിച്ച ആളുകൾക്ക് ഒരു നന്ദിയുണ്ട്. ആ ഒരു നന്ദി നിലനിർത്തുവാൻ വേണ്ടി, പരസ്പരം ബന്ധമുണ്ടാക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നബി പറഞ്ഞ ഭക്ഷണം കൊടുക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. അദ്ദേഹത്തിന് പ്രത്യേകമായൊരു പേര് തന്നെ ഇസ്ലാമിലുണ്ട്, അബുൽ ലൈഫാൻ. ഈ ലോകത്തുള്ള അതിഥികളുടെ നേതാവാണ് ആ മഹാൻ. എന്തുകൊണ്ട്? എന്തൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും എത്രയും പെട്ടെന്ന് ആളുകളെ പരിശോധിച്ച് വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാം. അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മനിർവൃതിയാണ്, ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഒരിക്കൽ 4 മലക്കുകൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിൽ വന്നപ്പോൾ, പരിചയമില്ല, ആരാണെന്നറിയില്ല, പക്ഷേ പെട്ടെന്ന് അവരെ സ്വീകരിച്ചുകൊണ്ട് റൂമിലിരുത്തി പെട്ടെന്ന് പോയൊരു മൃഗത്തിനെ അറുത്ത് അതിനെ ഭക്ഷണമാക്കി അവരെ മുന്നിൽ കൊണ്ടുവച്ചു. അവർ പരസ്പരം നോക്കി, പക്ഷേ അവർ മലക്കുകളാണല്ലോ, അവർ ഭക്ഷണം കഴിക്കുകയില്ല, അവർ കുടിക്കുകയില്ല. അങ്ങനെയുള്ള പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളായിരുന്നു. എന്നാലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാൻ ഒരു പേരിട്ടു, അബുൽ ലൈഫാൻ, അതിഥികളുടെ നേതാവ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അയൽവാസികൾക്ക് ഭക്ഷണം കൊടുത്ത, സൃഷ്ടികൾക്ക് ഭക്ഷണം കൊടുത്ത, അതിനെ പ്രോത്സാഹിപ്പിച്ച, അതിന് പ്രത്യേകമായ സർട്ടിഫിക്കറ്റ് കിട്ടിയ, പ്രത്യേകമായ പേര് ലഭിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഈ ഒരു നന്മയുള്ളത് കൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉംറക്ക് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്മൾ സ്മരിക്കും. ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, നിസ്കരിക്കുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ വെച്ചുകൊണ്ട് ഏറ്റവും പുണ്യമായ ഇബാദത്താണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തിലുള്ള സ്വലാത്താണ് ഇബ്രാഹിമിയായ സ്വലാത്ത്. സ്വലാത്തുകൾ വെച്ചുകൊണ്ട് ഏറ്റവും ഖൈറായ, ഏറ്റവും പുണ്യമായ സ്വലാത്ത് ഇബ്രാഹിമിയായ സ്വലാത്താണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇത്രമാത്രം മഹത്വം വരാൻ കാരണം? അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്ന മഹാനായിരുന്നു, അതിന് മുന്നണി പോരാളിയായി അതിനുവേണ്ടി ശ്രമിക്കുന്ന മഹാനായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദര, ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ പിന്നോട്ട് പോകരുത്.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു ഇഷ്ടപ്പെട്ട പുണ്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നൊരു പുണ്യ അമലാണ് ഭക്ഷണം കൊടുക്കുക. അത് പുണ്യ അമലാണത്, യാതൊരു സംശയമില്ല. ലോകത്തുനിന്ന് വന്ന എല്ലാ പ്രവാചകന്മാരും നേതാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ വളരെ മുന്നിലാണ്. നമ്മുടെ അടുത്ത് തന്നെയുള്ള ബഹുമാനപ്പെട്ട ഞണ്ടാടി ഷെയ്ഖ് അബൂബക്കർ ഷെയ്ഖ് മഹാനവറുകൾ വല്ലാതൊരു മഹാനാണ്, വിലായത്തിൻ്റെ മഹാനാണ്, മുറബിയായ ഷെയ്ഖാൻ. സമസ്തയുടെ നേതാക്കന്മാർ ഒരുപാട് ആളുകൾ ആ മഹാൻ്റെ തെർബിയത്ത് സ്വീകരിച്ച മഹാനാണ്. ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ ഈ ഞണ്ടാടി ഷെയ്ഖിൻ്റെ മുരീദാണ്, അത്ര മഹാനാണ്. പക്ഷെ ആ മഹാൻ്റെ പ്രധാനമായ പ്രവർത്തനം എന്താ നിങ്ങൾക്കറിയുമോ? ഒരാഴ്ച മുഴുവനും ഭക്ഷണം വിതരണം ചെയ്യലാണ്. എല്ലാവർക്കും ഒരുപാട് ഭക്ഷണം കഴിച്ച ആളുകൾ നമ്മുടെ സദസ്സിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞണ്ടാടി ഷെയ്ഖ് പ്രസിദ്ധമാണ് കേട്ടോ, വല്ലാത്തൊരു മഹാനാണ്. അവിടെ ഇപ്പോഴും ആണ്ട് ഒരാഴ്ച 10 ദിവസമൊക്കെ നീണ്ടുക്കും. നമ്മുടെ അഷ്റഫിക്കും അസീസാജൊക്കെ അവിടെ സാധാരണ വരാറുണ്ട്. വല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പ്രധാനമായി നടക്കുന്നത് ഭക്ഷണ വിതരണമാണ്. അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണമൊക്കെ താഴത്ത് വീണു പോകും. അത് പെറുക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ എടുക്കണ്ട, അത് മറ്റുള്ളവർക്കാണ്, അതിനാൾ വരും. നോക്കുമ്പോൾ ആരാ? അത് പൂച്ചകൾ കഴിക്കലാണ്. താഴെ വീണത് എടുക്കാൻ പെടില്ല, അത് പൂച്ച, അതിന് വേറെ ആളുണ്ട്. നോക്ക്, ആ മഹാൻ ആളുകൾക്ക്, മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ വളരെ പ്രധാനമായ ഒരു മുഖ്യമായ പ്രവർത്തനം അദ്ദേഹം ചെയ്തു. ഇന്നും അദ്ദേഹത്തിൻ്റെ മഹാൻ്റെ പേര് പ്രശസ്തമാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ നബിമാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ശുഹദാക്കളൊക്കെ മുന്നണി പോരാളിയായിട്ടുണ്ട്. മാത്രമല്ല പ്രിയമുള്ള സഹോദരിമാരെ, എത്രയോ സഹോദരിമാർ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയോ? കല്ലുക്കഫ, കിണവക്കിലുള്ള കല്ലുക്കഫ കേട്ടിന? പ്രസിദ്ധമായ സ്ഥലമാണ്. അവിടെ ഇപ്പോഴും അവിലും അതുപോലെ തന്നെ പഴവും കാപ്പിയും കൊടുക്കും. എന്താണതിന് കാരണം? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫക്കീറായ മനുഷ്യൻ അവിടെ വന്നിരുന്നു. ഒരു മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ കച്ചവടം ചെയ്യുന്നിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ അജ്മീറിൽ പോകുകയാണ്, വഴിക്ക് കാശില്ല, അതുകൊണ്ട് കുറച്ച് കാശും തരണം, ചില കാപ്പിയും തരണം. ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് കൊടുത്തില്ല. അതിൻ്റെ ഇപ്പുറം കല്ലു എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീ ഉണ്ടായിരുന്നു. ആ ഹിന്ദു സ്ത്രീൻ്റെ അടുക്കൽ ഈ സാധു പോയി ഭക്ഷണം ചോദിച്ചു, കാശ് ചോദിച്ചു. കാപ്പിയും കൊടുത്തു, അവിലും കൊടുത്തു, മാത്രമല്ല ചില്ലിക്കാശും കൊടുത്തു. ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, സുബ്ഹാനല്ലാഹ്, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നും നിങ്ങൾ പോയി നോക്ക്, കിണവക്കിലുള്ള കല്ലുക്കഫ ഒരുപാട് സ്ഥാനങ്ങളുള്ള ഉയർന്ന വീടുള്ള വലിയ കച്ചവടം ഇന്നും നടത്തുകയാണ്. ആ ഫക്കീർ ദുആ ചെയ്ത ആ കാപ്പിയും ആ പഴവും അവിലും ഇന്നും അവിടെ വിതരണം ചെയ്യുകയാണ്. ആർക്കും നോക്കിയാൽ കാണാം, ഭക്ഷണം കൊണ്ട് നേടിയതാണത്, ഭക്ഷണം കൊടുത്തത് കൊണ്ട് നേടിയതാണ്. അതുകൊണ്ട് ഭക്ഷണം എത്രയാണോ കൊടുക്കാൻ കഴിയുന്നത് അത്രയും നിങ്ങൾ കൊടുത്തേക്കും, അതിന് ബഹുമാനമുണ്ട്. മാത്രമല്ല സ്വർഗത്തിലുണ്ടല്ലോ ഒരുപാട് സുഖങ്ങൾ, നിറക്കപ്പെട്ട സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കൊതിക്കുന്ന പുണ്യമായ അമലാണ് ഭക്ഷണം കൊടുക്കൽ. അതിൻ്റെ ഭാഗമാണ് ഈ കിറ്റ് വിതരണം. അതുകൊണ്ട് തന്നെ ഈ കിറ്റിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, അതുമായി വർക്ക് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ സ്വർഗം കൊതിക്കുന്ന ചുട്ടികളാണ്, സ്വർഗം കൊതിക്കുന്ന പ്രവർത്തകരാണെന്ന് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കാം. ഈ സംഘടന ആവശ്യമാണ്. നമ്മുടെ നാട്ടിൻ്റെ നിലനിൽപ്പിനും സ്വർഗത്തിൽ കൂടുതൽ മെമ്പർമാരെ സൃഷ്ടിക്കുവാനും ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കുമെന്ന് ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. 4ാമത്തെ വിഭാഗം ആരാണ്? ഞാൻ ചുരുക്കി പറയുന്നു, സ്വായിമു ശഹരി റമളാൻ, റമളാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നവരാണ്. നോമ്പ് രഹസ്യമായ ഒരു ആരാധനയാണ്, ആരും കാണാത്ത പുണ്യമായൊരു ആരാധനയാണ്. അള്ളാഹു പ്രത്യേകമായി പ്രതിഫലം കൊടുക്കുന്ന ഒരു പുണ്യമലാണ്. റമളാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നവർ, ആ നോമ്പനുഷ്ഠിക്കുന്നവരെ സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കുന്നെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, നോമ്പൊന്നും നഷ്ടപ്പെടുത്തണ്ട. റമളാൻ മാസത്തിലെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ 300 വർഷം നോമ്പനുഷ്ഠിച്ചാലും അതിൻ്റെ പ്രതിഫലം എത്താൻ സാധ്യമല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആരോഗ്യമുള്ള സമയത്ത് ഒരിക്കലൊരു നോമ്പ് നഷ്ടപ്പെടാതെ പുണ്യമായ ഒരു അമലായി നാവിനെ സൂക്ഷിച്ച് ശരീരത്തിന് സൂക്ഷിച്ച് എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി സമർപ്പിച്ചാൽ അള്ളാഹ് എത്രയും ഖബൂലോടുകൂടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരമലാണ് നോമ്പനുഷ്ഠിക്കൽ. ഇങ്ങനെ നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് സ്വർഗത്തിൽ ഇതാ പ്രത്യേകം റയ്യാൻ എന്ന് പറയുന്ന പ്രത്യേക ഗേറ്റ് തന്നെ തയ്യാർ ചെയ്യപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, നോമ്പുകാർക്ക് പ്രത്യേകമായൊരു കവാടമുണ്ട്. ആ നോമ്പുകാരെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് സ്വർഗത്തിൽ കയറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, നോമ്പൊന്നും നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. ആ നോമ്പ് നോക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 4 വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊതിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു. ഒന്ന് ആരാ നിങ്ങൾക്കറിയുമോ? ഒന്ന് ഖാരിഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവർ. രണ്ടാമത്തത് ഹാഫിളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവൻ. മൂന്നാമത്തത് അൽ മുത്തൈമു അലൽ ജായി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ. നാലാമത്തത് പരിശുദ്ധമായ റമളാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നവർ. ഈ 4 പേരെയും സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള പണിയാണിത്, പുണ്യകർമ്മമാണിത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള, നാട്ടിന് ആവശ്യമുള്ള, സമൂഹത്തിന് ആവശ്യമുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഇത്തരം ഒരു വേദി മഹത്തായ പുണ്യമായ ഒരു സംഭവമാണിത്. ഇത് കൂരായിലിൽ നടന്ന സദസ്സിൽ വെച്ചുകൊണ്ട്, സംഘടനയിൽ വെച്ചുകൊണ്ട് ഇത്തരം ഒരു സംഘടന, ഇത്തരം നല്ല പ്രവർത്തനം ഒരാൾക്കും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിന് ആവശ്യമുള്ള, സമസ്തക്ക് ആവശ്യമുള്ള, സമസ്ത എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള നാട്ടിനും വീട്ടിനും കുടുംബത്തിനും മഹല്ലത്തിനും നന്മയുള്ളത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ദീർഘദൃഷ്ടിയുള്ള മഹാരഥന്മാരായ ഔലിയാക്കന്മാരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും നമുക്ക് വേണ്ടി നേതൃത്വം നൽകി. ആ നേതൃത്വം പാറ പോലെ ഉറച്ചു നിന്ന്, അണപ്പല്ലുകളോണ്ട് കടിച്ചു നിന്ന്, എല്ലാ പ്രശ്നങ്ങളും തൃണവൽഗണിച്ച് അവഗണിച്ചുകൊണ്ട് സഹിച്ച് ക്ഷമിച്ച് ഇത്തരം പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരും രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും സഹകരിച്ചുകൊണ്ട് ആ പുണ്യവാളന്മാരായ ചെറുപ്പക്കാരായ കുട്ടികളെ നന്മ ചെയ്യുവാനുള്ള പ്രോത്സാഹിപ്പിക്കണമെന്നും സഹായിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല, സമയമായില്ലേ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. എല്ലാവരും ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങളെ ഈ ഫാത്തിഹാനെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാനെ. റബ്ബേ, ഇവിടെ വെച്ചുകൊണ്ട് വിതരണം ചെയ്യാനുള്ള കിറ്റ് വിതരണവും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വതക്കകളും എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. രോഗികൾക്കുള്ള ചികിത്സക്കുള്ള മരുന്നും എല്ലാം സ്വതക്കയാണ്, എല്ലാം നന്മയാണ്, പുണ്യമാണ്. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീന റബ്ബേ, നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. നമ്മുടെ കിറ്റ് അവതരിപ്പിച്ചത് SKSSF വാട്സപ്പ് ഗ്രൂപ്പിലെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് കൊടുക്കും. വലിയ പുണ്യമാണ്. അർഹമുർ റഹീമീന റബ്ബേ, SKSSൻ്റെ പ്രവർത്തകരാണ് സാധുക്കൾക്ക് വേണ്ടി കണ്ണീരൊപ്പുവാൻ, അവർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള കിറ്റ് വിതരണം ചെയ്യുന്നത്. നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. അർഹമുർ റഹീമീന റബ്ബേ, ഈ സദസ്സിവിടെ വരുവാനും ഈ ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കാനും ആരാണോ ഇതിന് വർക്ക് ചെയ്ത് ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹ്. ഈ മഹല്ലിൽ ഖിയാമത്ത് നാൾ വരെ ഇതിനെ നിലനിർത്തണം റബ്ബേ. സമസ്തൻ്റെ പോരാളികൾ നാടിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഗുണം ചെയ്യുന്ന മഹത്തായ പ്രവർത്തനങ്ങളാണ്, സത്യത്തിൻ്റെ വഴിയിലാണ് റബ്ബേ. ആ സംഘടനയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ നീ നിലനിർത്തണം അല്ലാഹ്. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അനൈക്യത്തിൽ നിന്നും ഛിദ്രതയിൽ നിന്നും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, അസീസ 50,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല എന്ന് പറഞ്ഞ സഹോദരിയും, അങ്ങനെ പല ആളുകളും ഇവിടെ സംഭാവന ചെയ്യാൻ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, അവരുടെ ദാനധർമ്മങ്ങളെ കൊണ്ടും അവരുടെ നിയ്യത്ത് കൊണ്ടും റബ്ബേ ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ ഭാര്യ മക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ ഗുരുവര്യന്മാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ, സംഘാടകർ, അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ നീ പൊറുക്കണം അല്ലാഹ്.
റബ്ബേ നമ്മുടെ നാട്ടിലുള്ള മദ്രസയ്ക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി സ്ഥലം തന്ന് പ്രവർത്തിച്ച പല ആളുകളും അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്, അവർക്കൊക്കെ നീ പൊറുക്കണേ അല്ലാ. അവരുടെ ഖബറിയുടെ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾക്കറിയുകയില്ല, അവർക്കൊക്കെ നീ പൊറുക്കണം അല്ലാ. ഇതുമായി ബന്ധപ്പെട്ട സഹകരിച്ച ഒരുപാട് ആളുകൾ ഖബറയിലാണ്. റഹ്മാനായ റബ്ബേ അവർക്ക് മാഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. സ്വർഗത്തിലേക്കുള്ള കവാടം നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഒരു സമാധാനമുള്ള ഖബറാക്കണം അല്ലാ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം അവർക്ക് ദർജ വർദ്ധിപ്പിക്കുവാനും അവരുടെ സുഖം വർദ്ധിപ്പിക്കുവാനും നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അർഹമർ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട്, ഒക്കെ നിനക്കറിയാം. നീ ഷിഫയാക്കണേ റബ്ബേ. ടെസ്റ്റില്ലാതെ മരുന്നില്ലാതെ ഷിഫയാക്കാൻ കഴിയുന്ന രാജാതിരാജനായ ഷാഫിയായ റബ്ബേ, നീ ഷിഫയാക്കണം റബ്ബേ. ഈ സദസ്സിലേക്ക് ചില സഹോദരിമാർ നടക്കാൻ കഴിയാതെ വേച്ചാണ് വന്നത് റബ്ബേ, അവർക്കും ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, വീടിൽ ഒരുപാട് തൊഴിലുകളുണ്ട്, അതെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഈ സദസ്സിനെ പരിഗണിച്ചു വന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അവർക്കുള്ള പാപങ്ങളൊക്കെ നീ പൊറുക്കണേ റബ്ബേ. അവരും ഞങ്ങളും ഒരുപാട് അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ ചെയ്തു പോയി. വലുതും ചെറുതുമായ പാപങ്ങൾ എല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. റമദാൻ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട്, നോമ്പിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ പവിത്രത കൊണ്ട് ഒക്കെ നീ പൊറുത്തു നൽകണേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളെ മക്കളെയൊക്കെ സ്വാലീഹങ്ങളാക്കണേ റഹ്മാനെ. മതഭൗതിക വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് നാട്ടിനും വീട്ടിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും നന്മ ചെയ്യുന്ന മക്കളാക്കി മാറ്റണം അല്ലാ. മക്കളുടെ ദുഷ്പ്രവർത്തനങ്ങൾ കൊണ്ട് ദുസ്വഭാവം കൊണ്ട് ഉരുകി നീറുന്ന എത്രയോ മാതാപിതാക്കളെ കാണാം. അത്തരക്കാലത്തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. കാത്തു രക്ഷിക്കണം അല്ലാ, കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, കടമുള്ള ആളുകളുണ്ട്, കടം വീടുവാനുള്ള വഴി നീ ഫതഹാക്കണേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, കെട്ടിച്ചേക്കാൻ കഴിവില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് നീറിപ്പുകയുന്ന എത്രയോ മനസ്സുള്ള രക്ഷിതാക്കളുണ്ട്. അവർക്ക് അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഖുർആനിലേക്ക് മടങ്ങുവാനും നന്മ ചെയ്യുവാനും നിസ്കാരം നിലനിർത്തുവാനും നന്മയെ സ്നേഹിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ ഭാരവാഹികൾ, ഇത്ര നല്ല പ്രവർത്തനം ചെയ്യുന്ന ചിന്തിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ദീർഘമായ ആയുസ്സും ബറക്കത്തും സന്തോഷവും കൊടുക്കണേ റഹ്മാനെ. എല്ലാ അപകടം സലാമത്ത് നൽകണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ തന്നതിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട അസീസാജി, അതുപോലെ പല ബന്ധപ്പെട്ട ആളുകളും സമസ്തയെ സ്നേഹിക്കുന്ന, സമസ്തയെ ബഹുമാനിക്കുന്ന, നാടിനോട് കൂറും ഭക്തിയുമുള്ള അത്ര മഹാന്മാർ ഇവിടെയില്ലെങ്കിലും അവർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് റബ്ബേ. അവർക്ക് ജോലിയിലും അവരുടെ കച്ചവടത്തിലും അവരുടെ ഓരോ സദക്കകളിലൊക്കെ നീ ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെയുള്ള ഉമറാജി ഈ പള്ളിക്ക് വേണ്ടി കട്ടപ്പണവാൻ റബ്ബേ, നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. മമ്മദാജി, അതുപോലെ തന്നെ സെക്രട്ടറി അഷബക്ക, പല ആളുകളും ഈ നാട്ടിൻ്റെ മതത്തിൻ്റെ ദീനിൻ്റെ പള്ളിൻ്റെ ഗുണത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഓടി നടക്കുന്നവരാണ് റബ്ബേ. നീ ഏറ്റെടുക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവരുടെ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.